എന്തിനാണ് അവൻ ആത്മഹത്യ ചെയ്തത്? കാരണം ആ ഒരു 15 വയസ്സിൽ എന്ത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല, അവറേജ് പഠിക്കുന്ന കുട്ടിയാണ്. ഇന്നലെ രാത്രി 12 മണി വരെ അവൻ കൂട്ടുകാരുമായിട്ട് ഗെയിം കളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. പിന്നെ എന്തിനാണ് അവൻ രാവിലെ ആത്മഹത്യ എന്ന് മനസ്സിലാകുന്നത്? എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവനുമായിട്ട് ഗെയിമൊക്കെ കളിച്ച് നല്ല പാട്ടും പാടിയൊക്കെയാണ്. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. നമ്മുടെ യുവത്വമൊക്കെ എങ്ങോട്ട് പോകുന്നു മനസ്സിലാക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ ആത്മഹത്യയും കൊലപാതകവും ഒക്കെ വാർത്ത ചെയ്യേണ്ട ഗതികേടിലേക്ക് നമ്മൾ മാധ്യമപ്രവർത്തകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വാർത്ത ചെയ്യേണ്ടതിൽ ദുഃഖമുണ്ട്. പക്ഷേ നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരെ അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇവിടെ ആറ്റിങ്ങൽ വലിയകുന്ന് വാട്ടർ അതോറിറ്റിക്ക് പോകുന്ന വഴിക്ക് കണ്ണൻ എന്ന ഹാൻഡ്ലൂം എന്ന ഒരു ടെക്സ്റ്റൈൽസ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു തൈകൾ നടത്തുന്ന ചേട്ടൻ്റെ മകൻ അമ്പാടി കണ്ണൻ 15 വയസ്സേ ഉള്ളൂ. അവൻ പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാർത്ഥിയാണ്. 15 വയസ്സേ ഉള്ളൂ. അവൻ ആത്മഹത്യ ചെയ്തു. വളരെ ദുഃഖകരമായൊരു സാഹചര്യമാണ്. പക്ഷേ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്തിനാണ് അവൻ ആത്മഹത്യ ചെയ്തത്? കാരണം ആ ഒരു 15 വയസ്സിൽ എന്ത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല, അവറേജ് പഠിക്കുന്ന കുട്ടിയാണ്. ഇന്നലെ രാത്രി 12 മണി വരെ അവൻ കൂട്ടുകാരുമായിട്ട് ഗെയിം കളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. പിന്നെ എന്തിനാണ് അവൻ രാവിലെ ആത്മഹത്യ എന്ന് മനസ്സിലാകുന്നില്ല. അമ്മ അധ്യാപികയാണ്, അച്ഛൻ ഇങ്ങനെ ടെക്സ്റ്റൈൽസ് നടത്തുകയാണ്, ഈ ഒരു തയ്യൽക്കട നടത്തുകയാണ്. ഇന്ന് രാവിലെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി. തുടർന്ന് അമ്പാടി മുറി തുറക്കാത്തതിനെ തുടർന്ന് സഹോദരി മുറി തട്ടി വിളിച്ച് തുറന്നപ്പോഴാണ് കണ്ണൻ ആത്മഹത്യയിലേക്ക് കണ്ടെത്തിയത്. നമ്മുടെ ക്ലാസ്മേറ്റ്സ് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ക്ലോസ്. ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാം. എങ്ങനെ ചോദിക്കണം? എന്തെങ്കിലും വിഷയമുണ്ട്? എന്തിനാണ് ഈ കൊച്ചു പയ്യൻ 15 വയസ്സുള്ള കുട്ടി തന്നെ ആത്മഹത്യ ചെയ്തത്? വെച്ചാൽ അവൻ ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നാണ് എല്ലാവരും പറയുന്നത്. വെച്ചാൽ അവൻ ഇന്നലെ ഗെയിമൊക്കെ കളിച്ച് എല്ലാം 11 മണി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ എല്ലാം ഗെയിമെല്ലാം കളിച്ച് അവൻ കിടന്നു. വെച്ചാൽ ഗെയിം മതിയാക്കി അവൻ നല്ല ഹാപ്പി ആയെന്നാണ് എല്ലാവരും പറഞ്ഞത്. നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഹാപ്പി ആയെന്ന് ചോദിച്ചാൽ അവൻ നല്ല പാട്ടൊക്കെ രാത്രി നമ്മൾ കോൺടാക്ട് ചെയ്തില്ല. നമ്മൾ എന്നുവെച്ചാൽ രാത്രി നമുക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു, അത്രേ ഉള്ളൂ. 9:30 രാത്രി 9:30 നല്ലൊരു കോമഡി വീഡിയോ ഇട്ടിട്ട് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അവൻ ഗെയിം ഗ്രൂപ്പല്ല, സെപ്പറേറ്റ് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും, നമുക്ക് മാത്രമല്ല ബാക്കി എല്ലാവരും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇട്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു 11 മണി വരെ അവൻ ഗെയിമൊക്കെ കളിച്ച് എന്നാണ് അവൻ്റെ കൂടെയുള്ള വേറൊരു ചെറുക്കമുണ്ട് അവൻ പറഞ്ഞത്. രാത്രി വരെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവനുമായിട്ട് ഗെയിമൊക്കെ കളിച്ച് നല്ല പാട്ടും പാടിയൊക്കെയാണ്. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞോളൂ. എന്തെങ്കിലും വിഷയം ഒരു പഠിക്കാൻ ആവറേജ്. നമ്മുടെ യുവത്വമൊക്കെ എങ്ങോട്ട് പോകുന്നു മനസ്സിലാക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ ആത്മഹത്യയും കൊലപാതകവും ഒക്കെ വാർത്ത ചെയ്യേണ്ട ഗതികേടിലേക്ക് നമ്മൾ മാധ്യമപ്രവർത്തകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അറുതി വേണം, അന്വേഷണം വേണം, കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. വിസ്മയസിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മൈലാർ സൈനിങ് ഓഫ്.